ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, മാം, ആ കുട്ടിയെ കാണണ്ടേ? ആ കുട്ടി ഇവിടെ അടുത്ത് തന്നെയുണ്ട്. ഡ്രൈവർ, വണ്ടി എടുക്ക. അമ്മേ, അമ്മേ, പ്രകാശ. ആ അളിയ, അളിയൻ പറഞ്ഞ ആ പെണ്ണുപിള്ളയില്ലേ, ആ എറണാകുളത്തുള്ള സിത്താര മാഡം, അവരിവിടെ വന്നിരുന്നളിയാ, കൃഷ്ണയുടെ വീട്ടില്. എന്നിട്ട് തങ്കേച്ചിയും അവരും തമ്മിൽ കണ്ടു. പിന്നെ ഒന്നും മിണ്ടാതെ അവരൊരൊറ്റ പോക്കായിരുന്നളിയാ. ആണോ? സംഗതി നിസാരമല്ലളിയാ. അവിടെ എത്തിയല്ലോ, അത് മതി. ആ പിന്നെ ഒരു കാര്യം ചെയ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അത് ഞാൻ ഏറ്റു. ഞാൻ ഇനി ഇവിടുന്ന് മാറാൻ പോകുന്നില്ലളിയാ. ശരി. തങ്കേച്ചി, ആരാ തങ്കേച്ചി വന്നേ? എറണാകുളത്ത് നിന്ന് വന്നെന്നാ പറഞ്ഞേ. എന്തേലും പ്രശ്നമുണ്ടോ? അമ്മേ, നിക്കമ്മേ. ഇത് സംഗതി പ്രശ്നമാണ്. മാം, എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. ഇത്രയും സാമ്യം. മോളെ, അമ്മേ, കൃഷ്ണ എവിടെ? അവള് കുളിക്കാമേ. ഇന്ന് വന്നത് ആരാ അമ്മേ? അവരെ കണ്ടപ്പോ അമ്മ എന്തിനാ പേടിച്ചേ? അവരെന്താ ഒന്നും മിണ്ടാതെ തിരിച്ചുപോയേ? അവരാരാണെന്ന് എനിക്ക് അങ്ങനെ അറിയാം. അവര് തിരിച്ചുപോയ കാര്യം അവരോടല്ലേ ചോദിക്കണ്ടേ? അമ്മ എന്നോട് നുണയൊന്നും പറയണ്ട. അവരെ കണ്ടപ്പോ അമ്മയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? ദേ, വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ച് എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ. എന്താ രണ്ടുപേരും കൂടി രഹസ്യം പറച്ചില്?
എന്ത് രഹസ്യം? ആ കാര്യം എനിക്ക് മനസ്സിലായി, എന്നോട് ഒളിക്കണ്ട. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നേന്ന്? എന്ത്? ചക്കുളത്ത് കാവില് പോയിട്ട് വഴിപാട് ചെയ്യുന്ന കാര്യല്ലേ? കൃഷ്ണയോട് പറഞ്ഞ കാശി ചെലവാവെന്ന് പറഞ്ഞ് അവള് പോവില്ലെന്ന് പറഞ്ഞു കാണും അല്ലേ? ആ അത് തന്നെ പറഞ്ഞോണ്ടിരുന്നേ. ഇനി എന്റെ അമ്മയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ത് വഴിപാടും. ഞാൻ ഇപ്പൊ വരാട്ടോ. ഹലോ സുനന്ദേച്ചി. ആ കൃഷ്ണേ, അമ്മയുടെ കാര്യം എന്തായി? ഡോക്ടറെ പോയി കണ്ടു. ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ വേണം. കാശിനി കുറച്ചും കൂടി ഒക്കാനുണ്ടേ, അതിന്റെ ഒരു അന്വേഷണത്തിലാ. അതൊക്കെ ശരിയാവും. ഗോപാലേട്ടനെ കൊണ്ട് ആവും വിധം എല്ലാം നോക്കുന്നുണ്ട്. ആ മാഡം വന്നതും ഞങ്ങൾ തമ്മിൽ കണ്ടതുമൊന്നും കൃഷ്ണയോട് നീ പറയരുത്. ശരിക്കും അവരാരാ അമ്മേ? മുമ്പ് മാഡത്തിന്റെ വീട്ടിൽ ഞാൻ ജോലിക്ക് നിന്നിരുന്നു. ഒരു ജോലിക്കാരിയായിട്ടല്ല മാഡം എന്നെ കണ്ടിരുന്നത്, കൂട്ടുകാരെ പോലായിരുന്നു. മാഡം പോകുന്ന എല്ലാ സ്ഥലത്തും എന്നെയും കൊണ്ട് നടക്കും. മാഡത്തിന് എന്ത് വാങ്ങിച്ചാലും അതുപോലെ എനിക്കും വാങ്ങിക്കും. എന്നിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ തെറ്റിദ്ധാരണകൾ വന്നു. ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് സഹിക്കില്ലല്ലോ ഒരു വേലക്കാരി ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് കാണുമ്പോ. ആ തെറ്റിദ്ധാരണകളൊക്കെ കൂടി തമ്മിൽ പിരിയേണ്ടിയും വന്നു. ശാന്തി, അതായിരുന്നു അവളുടെ പേര്. ഒരു ജോലിക്കാരിയെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ ഞാൻ കൊണ്ടു നടക്കുന്ന കണ്ടിട്ട് എന്റെ ബന്ധുക്കൾക്ക് പോലും അസൂയായിരുന്നു. ചിലരെങ്കിലും പറഞ്ഞു, എങ്ങനെയൊക്കെ കൊണ്ടു നടന്നാലും അവള് നിന്നെ ചതിക്കുമെന്ന്. ഞാൻ കേട്ടില്ല. ഓരോ വിമർശനങ്ങളും പുറത്തുനിന്ന് വരുമ്പോഴും എനിക്ക് അവളോടുള്ള സ്നേഹത്തിന്റെ ആഴം കൂടുമായിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് തന്നെയായിരുന്നു സത്യം. പതിയെ പതിയെ ഞാനറിയാതെ അവൾ എന്റെ ഭർത്താവിനോട് അടുത്തു. എന്നെ ഒരു വിഡ്ഢിയാക്കി നടുവിൽ നിർത്തി അവർ പ്രണയിച്ചു എന്ന് തന്നെ പറയാം. അല്ല, അമ്മയ്ക്ക് എപ്പോഴെങ്കിലും മേഡത്തെ പോയി കണ്ട് മേഡമായുള്ള തെറ്റിദ്ധാരണ തിരുത്താമായിരുന്നില്ലേ? ഞാനതിന് ശ്രമിച്ചില്ല. അപ്പോഴേക്കും കൃഷ്ണയെ വളർത്താനുള്ള ഓട്ടമായിരുന്നില്ലേ.